സ്വാഗതം. ഭക്ഷ്യധാന്യത്തിന് പകരം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം നൽകുന്ന ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പദ്ധതി നടപ്പാക്കുന്നതിന് കേരളം അനുകൂലമല്ലെന്ന് കേന്ദ്ര ഭക്ഷ്യ വകുപ്പ് മന്ത്രിയെ സംസ്ഥാന ഭക്ഷ്യ വകുപ്പ് മന്ത്രി അറിയിച്ചു. പദ്ധതി നടപ്പിലായാൽ റേഷൻ വ്യാപാരികൾ, ചുമട്ടു തൊഴിലാളികൾ, റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റു വിഭാഗങ്ങൾ എന്നിവരെ ബാധിക്കുമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആശങ്ക. ഈ ആശങ്ക പരിഗണിച്ചു മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂ എന്ന് കേന്ദ്ര മന്ത്രി സംസ്ഥാന മന്ത്രിക്ക് ഉറപ്പ് നൽകിയതായി അറിയിച്ചു. മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിങ്ങിനുള്ള സമയം മാർച്ച് 31 നിന്ന് മെയ് 31 വരെ നീട്ടണമെന്നും ആവശ്യപ്പെട്ടു. അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിട്ടുമുണ്ട്. മുൻഗണനേതര വിഭാഗങ്ങളായ നീല, വെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്ന് റേഷന് പ്രതിമാസം ₹1 സെസ് പിരിക്കുവാൻ ധനകാര്യ വകുപ്പിൻ്റെ പച്ചക്കൊടി. റേഷൻ വ്യാപാരി ക്ഷേമനിധി ബോർഡിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതാണ് ലക്ഷ്യമിട്ടാണ് വെൽഫെയർ ഫണ്ട് സെസ് ഇനത്തിൽ ₹1 ഈടാക്കുന്നത്. ഇത് സംബന്ധിച്ച് ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണറുടെ റിപ്പോർട്ട് ഭക്ഷ്യവകുപ്പ് കഴിഞ്ഞ ജൂണിൽ അംഗീകരിച്ചിരുന്നു. ഏപ്രിൽ 1 മുതൽ സെസ് നടപ്പാക്കുമെന്നാണ് വിവരം. 1 വർഷത്തേക്കായിരിക്കും സെസ് പിരിക്കുന്നത്. 24 വർഷമായി റേഷൻ വ്യാപാരി ക്ഷേമനിധി ബോർഡിലേക്ക് ₹1 പോലും വിഹിതമായി സർക്കാർ നൽകിയിട്ടില്ല. പകരം 14,161 വ്യാപാരികളിൽ നിന്ന് മാസം ₹200 ബോർഡിലേക്ക് സർക്കാർ ഈടാക്കുകയായിരുന്നു. ക്ഷേമനിധിയിൽ അംഗമായ വ്യാപാരിക്ക് പെൻഷനായി ₹1,500യും മാരക രോഗം വന്നാൽ ഒരു തവണ പരമാവധി ₹25,000യുമാണ് സർക്കാർ നൽകുന്നത്. 1,564 വ്യാപാരികളാണ് നിലവിൽ പെൻഷൻ കൈപ്പറ്റുന്നത്. 3 മാസം കൂടുന്തോറും പെൻഷൻ നൽകാൻ ₹80 ലക്ഷം ധനകാര്യ വകുപ്പ് കണ്ടെത്തേണ്ടത്. ചികിത്സാ സഹായമായി 23 ലക്ഷവും നൽകാനുണ്ട്. പ്രതിസന്ധിയെ തുടർന്ന് പെൻഷനും ചികിത്സാ സഹായങ്ങളും മുടങ്ങിയതോടെ ക്ഷേമനിധി ബോർഡിലേക്ക് പണമടക്കില്ലെന്ന് വ്യാപാരികൾ കത്ത് നൽകിയിരുന്നു. തിങ്കളാഴ്ച ഭക്ഷ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ വിഷയം സംഘടനാ നേതാക്കൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്.